നമസ്കാരം. കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. കർക്കിടക മാസത്തിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. ഈശ്വരാധീനം അത്രമേൽ വർദ്ധിപ്പിക്കേണ്ട ഒരു മാസമാണ്. എന്നാൽ കർക്കിടക മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ട ഈശ്വരാനുഗ്രഹത്തെ പോലും തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനാൽ കർക്കിടക മാസം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ, ഇനി അഥവാ നിങ്ങൾ കർക്കിടക മാസം തുടങ്ങിയതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ കേൾക്കുന്നത് എങ്കിൽ ആ സമയത്താണ് എങ്കിലും തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്, വീടുകളിൽ പ്രവർത്തിക്കേണ്ടതാണ്. അതേക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പ്രധാനമായും സംഭവിക്കുന്നത് ആ വീടുകളിൽ ഐശ്വര്യ വർധനവ് വന്നു ചേരും എന്നുള്ളതാണ്. നെഗറ്റീവായ ഊർജങ്ങളിൽ നിന്നും ഒരു മോചനവും പോസിറ്റീവായ ഊർജ വർധനവുമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഈ കാര്യങ്ങൾ വീടുകളിൽ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതേക്കുറിച്ച് അറിയാം. ശ്രീരാമജയം എന്ന കമന്റായി രേഖപ്പെടുത്തി ഏവരും ഭഗവാനെ ഒരു നിമിഷം വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുക. നാം എത്ര തന്നെ വീടുകളിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിച്ചാലും നമ്മുടെ വീട് അശുദ്ധിയായി കിടക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ കൃത്യതയോടെ വീടിനെ പരിപാലിക്കുന്നില്ല എങ്കിൽ അത് ആ വീടുകളിൽ നെഗറ്റീവായ ഊർജം എന്ന് പറയാം. എന്നാൽ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നഷ്ടമാകുന്ന അലക്ഷ്മി സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിക്കും എന്നുള്ളതാണ്. അലക്ഷ്മി ഒരു വീട്ടിലേക്ക് പ്രവേശിച്ചാൽ, അഥവാ മൂദേവി ഒരു വീട്ടിലേക്ക് പ്രവേശിച്ചാൽ ആ വീടുകളിലെ ഐശ്വര്യം ഇല്ലാതാവുകയും കടബാധ്യതകൾ, മാനസിക വിഷമതകൾ, പ്രയാസങ്ങൾ, ദുരിതപൂർണമായ അവസ്ഥ ക്രമേണ ദാരിദ്ര്യത്തിലേക്ക് പോലും അത് വഴിമാറും. അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുന്നതും ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നതും, നിങ്ങളുടെ വീടുകളിൽ മൂദേവി വാസമുണ്ട് എങ്കിൽ ആ മൂദേവി വാസത്തെ ഒഴിവാക്കുവാനും മഹാലക്ഷ്മിയെ ഈ മാസം നിങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിപ്പിക്കുവാനും കുടിയിരുത്തുവാനും നിങ്ങൾക്ക് സാധിക്കും. അതിൽ ആദ്യത്തേതായ കാര്യം, തുളസിത്തറയ്ക്ക് നിങ്ങൾ പ്രാധാന്യം നൽകണം എന്നുള്ളതാണ്. തുളസിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു സസ്യമാണ് തുളസി. തുളസിയിൽ തട്ടി വരുന്ന കാറ്റ് പോസിറ്റീവായ ഊർജമാണ് വീടുകളിലേക്ക് പ്രവേശിപ്പിക്കുക. അതിനാൽ തന്നെ തുളസിത്തറ നിങ്ങൾ കൃത്യമായി പരിപാലിക്കണം. തുളസിത്തറ വൃത്തിയാക്കേണ്ടതാണ്. ഉണങ്ങിയ കമ്പുകൾ അല്ലെങ്കിൽ മറ്റിലകൾ ഇതെല്ലാം തുളസിത്തറയിൽ വീണ് കിടക്കുന്നുണ്ട് എങ്കിൽ അവയെല്ലാം നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തീർച്ചയായും നിങ്ങൾ തുളസിത്തറ ഇപ്രകാരം വൃത്തിയാക്കണം. നിങ്ങളുടെ വീടുകളിൽ തുളസിത്തറയില്ല എങ്കിൽ തീർച്ചയായും ഒരു തുളസിത്തറ പണിയുന്നത് ഇപ്പോൾ സാധിച്ചില്ല എങ്കിലും വരും ദിവസങ്ങളിലോ മാസങ്ങളിലോ നിങ്ങൾ തീർച്ചയായും ഒരു തുളസിത്തറ പണിയുന്നത് ഏറ്റവും വിശേഷമാണ്. വീടിന്റെ മുൻവശത്ത്, പ്രധാന വാതിലിന് മുൻവശത്ത് ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നതിലൂടെ ആ പോസിറ്റീവായ ഊർജം നിങ്ങളുടെ വീടുകളിലേക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാരണം തുളസിത്തറയിൽ അഥവാ തുളസിയിൽ തട്ടി വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ആ കാറ്റ് പോസിറ്റീവായ ഊർജമാണ് ആ വീട്ടിലേക്ക് പ്രദാനം ചെയ്യുക എന്നാണ് പറയുക. അതിനാൽ തീർച്ചയായും നിങ്ങൾക്കത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തേതായ കാര്യം, വീടിന് പ്രാധാന്യം നൽകണം എന്നുള്ളതാണ്. വീട് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കണം എന്നാണ് പറയുക. അതിനാൽ കർക്കിടക മാസം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇപ്രകാരം നിങ്ങൾ ചെയ്യേണ്ടതാണ്. മാറാല പോലുള്ള കാര്യങ്ങൾ അലക്ഷ്മി അഥവാ മൂദേവി സാന്നിധ്യത്തിന്റെ സൂചനകളാണ്. അതിനാൽ മാറാമ്പില പോലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. കൂടാതെ
വീടുകളിൽ തീർച്ചയായും ഉപയോഗശൂന്യമായ പല വസ്തുക്കളും ഉണ്ടാകും. പിന്നീട് കളയാം എന്ന രീതിയിൽ ചില വസ്തുക്കൾ നിങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുന്നവരുമാകാം. ഇത്തരത്തിലുള്ള വസ്തുക്കൾ അത് ശരിയാക്കി എടുക്കാൻ സാധിക്കുന്ന വസ്തുക്കളാണ് എങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് ശരിയാക്കിയെടുത്ത് ഉപയോഗിക്കാം. ഇനി അഥവാ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ സാധിക്കാത്ത വസ്തുക്കളാണ് എങ്കിൽ അത് വീടുകളിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി കളയുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി കർക്കിടകം ആരംഭിക്കുവാൻ ദിവസങ്ങളുണ്ട്. തീർച്ചയായും നിങ്ങൾക്കത് ഒഴിവാക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. ചിലരൊരു അബദ്ധം കൂടി കാണിക്കും. ചിലത് ടെറസിന് മുകളിൽ കൊണ്ടുവയ്ക്കും. ടെറസിന് മുകളിലും വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുക. ആ കാര്യത്തിനും പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഉപയോഗശൂന്യമായ വസ്തുക്കൾ അത് തീർച്ചയായും വീടുകളിൽ നിന്നും ഒഴിവാക്കണം. അത് കേടായ ക്ലോക്കുകളാകാം, അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാകാം, പഴയ ന്യൂസ് പേപ്പറുകളാകാം. ഇത്തരം കാര്യങ്ങൾ അത് ഉപയോഗശൂന്യമാണ് എങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. നിങ്ങളുടെ വീടുകളിൽ കീറിയ തുണികളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പിന്നിപ്പോയതായ തുണികളുണ്ട് എങ്കിൽ അവ ഒഴിവാക്കേണ്ടതാണ്. കീറിയ തുണി നിങ്ങൾക്ക് തുന്നി ഉപയോഗിക്കുവാൻ സാധിക്കുന്നുണ്ട്, അത്തരത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആകാം. എന്നാൽ കീറി വീടുകളിൽ വയ്ക്കാൻ പാടുള്ളതല്ല. ഉടനെ അത് ശരിയാക്കേണ്ടതാണ്. ഇനി അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ല എങ്കിൽ തീർച്ചയായും കർക്കിടകം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളത് ഒഴിവാക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. വീടുകളിൽ തീർച്ചയായും ഉപയോഗശൂന്യമായ ചെരുപ്പുകൾ ഉണ്ടാകാം. അത്തരം കാര്യങ്ങളുണ്ട് എങ്കിൽ അവ വീടുകളിൽ ഒരിക്കലും സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് വാസ്തുപ്രകാരം പരാമർശിക്കുവാൻ സാധിക്കുന്നത്. അതിനാൽ ഇത്തരം വസ്തുക്കളുണ്ട് എങ്കിൽ അവ നിങ്ങൾക്ക് തീർച്ചയായും ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ്. അതിന് പ്രാധാന്യം നൽകണം. ചില വീടുകളിൽ പൂജാമുറിയിലോ അല്ലെങ്കിൽ മറ്റ് ചിത്രങ്ങളാണ് എങ്കിലും കേടുപാടുകൾ സംഭവിച്ച ചിത്രങ്ങളാകാം, പൊട്ടൽ, അത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. ഇത്തരം ചിത്രങ്ങൾ നിങ്ങൾക്ക് വീടുകളിൽ തന്നെ ഉണ്ട് എങ്കിൽ അവ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി അഥവാ ശരിയാക്കി എടുക്കുവാൻ സാധിക്കുന്ന ചിത്രങ്ങളാണ്, അത്തരം സാഹചര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്രകാരം ശരിയാക്കി എടുക്കാം. എന്നാൽ കീറിയതോ അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞതോ ആയ വിഗ്രഹങ്ങൾ, അത്തരം കാര്യങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുന്നത് ശുഭകരമല്ല എന്നുള്ളതാണ്. നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് കാരണമായി തീരും. ദൈവിക ചിത്രങ്ങൾ, വിഗ്രഹങ്ങളാണ് എങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജലത്തിൽ ഒഴുക്കി കളയാവുന്നതാണ്. ഒഴുകുന്ന ജലത്തിൽ നിങ്ങൾക്ക് കളയാവുന്നതുമാണ്. ആ കാര്യത്തിലും ശ്രദ്ധ പുലർത്തുക. കൂടാതെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട് എങ്കിൽ അപ്രകാരം ചെയ്യുന്നത് ശുഭകരമല്ല എന്നുള്ളതാണ്. അതിനാൽ തീർച്ചയായും മുഷിഞ്ഞ വസ്ത്രങ്ങൾ അത് കഴുകി വൃത്തിയായി മടക്കി വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അലക്ഷ്യമായി തുണികൾ ഇടാൻ പാടുള്ളതല്ല. മടക്കി വയ്ക്കുക എന്നത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. ആ കാര്യത്തിനും പ്രാധാന്യം നൽകണം. കൂടാതെ നിങ്ങൾ കിടക്കുന്നതായ കട്ടിലിന്റെ അടിഭാഗത്ത് എന്തെങ്കിലും വസ്തുക്കൾ വച്ചിട്ടുണ്ട് എങ്കിൽ അവ തീർച്ചയായും ഒഴിവാക്കുന്നതാണ് ഉത്തമം. അതായത് കട്ടിലിന്റെ അടിയിൽ നിന്നും മാറ്റുവാൻ നിങ്ങൾ ശ്രമിക്കണം. കട്ടിലിന്റെ അടിയിൽ ഇത്തരം വസ്തുക്കളൊന്നും സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയുക. അടുക്കളയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പല പാത്രങ്ങളും പൊടി പിടിച്ചിരിക്കുന്നുണ്ടാകാം. അത് മുറമാണ് എങ്കിലും നിങ്ങൾ വളരെ പ്രാധാന്യത്തോടെ തുടച്ച് വൃത്തിയാക്കുകയും അടുക്കള തുടച്ച് വൃത്തിയാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ നിങ്ങൾ പ്രധാന വാതിലുമായി ബന്ധപ്പെട്ടും ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രധാന വാതിലിലൂടെയാണ് ഐശ്വര്യം വീടുകളിലേക്ക് പ്രവേശിക്കുക. അതായത് പോസിറ്റീവായ ഊർജം, മഹാലക്ഷ്മി ദേവി വീടുകളിലേക്ക് പ്രവേശിക്കുന്നത് പ്രധാന വാതിലിലൂടെയാണ്. അതിനാൽ ആ വാതിൽ എപ്പോഴും തുടച്ച് വൃത്തിയാക്കണം.
ദിവസവും അപ്രകാരം ചെയ്യുവാൻ സാധിക്കുന്നു എങ്കിൽ ഏറ്റവും ഉത്തമമാണ്. പൊടി പിടിച്ചിരിക്കുന്നത് ശുഭകരമല്ല എന്നാണ് പറയുക. ഓം ചിഹ്നം അല്ലെങ്കിൽ സ്വസ്തിക ചിഹ്നമാണ് എങ്കിലും നിങ്ങൾക്ക് പ്രധാന വാതിലിൽ വരയ്ക്കാവുന്നതുമാണ്. അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ്. ആ കാര്യത്തിനും തീർച്ചയായും നിങ്ങൾ പ്രാധാന്യം നൽകുക. അടുക്കളയിൽ പൊട്ടിയ പാത്രങ്ങളുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റി വാങ്ങാവുന്നതാണ്. ഏതെങ്കിലും കാര്യങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കർക്കിടകത്തിന് മുൻപ് തന്നെ പരമാവധി വാങ്ങുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. കർക്കിടകം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് പച്ചക്കർപ്പൂരം വീടുകളിലുണ്ട് എങ്കിൽ ശുദ്ധമായ ജലത്തിൽ അല്പം അത് ഒരു നുള്ള് പച്ചക്കർപ്പൂരം ഇട്ട് ആ ജലം കൊണ്ട് പൂജാമുറിയിലെ ചിത്രങ്ങൾ തുടച്ച് വൃത്തിയാക്കുന്നത് ഏറ്റവും വിശേഷമാണ്. തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യമാണ്. ഇനി അഥവാ പച്ചക്കർപ്പൂരമില്ല എങ്കിൽ ശുദ്ധമായ ജലത്തിൽ ഇപ്രകാരം തുണി മുക്കി നിങ്ങൾക്ക് തുടയ്ക്കാവുന്നതാണ്. തുടച്ച് വൃത്തിയാക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. പൂജാമുറിയിലെ ചിത്രങ്ങളും പൊടി പിടിച്ചിരിക്കുന്നത് ശുഭകരമല്ല. അതിനാൽ കൂടിയാണ് ഇപ്രകാരം പരാമർശിക്കുന്നത്. വിളക്കും ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. വിളക്കിന് ചോർച്ച, കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ കർക്കിടകത്തിന് മുൻപ് തന്നെ പരമാവധി മാറ്റി വാങ്ങുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വീടും പരിസരവും വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, ഉപ്പ് ജലം അല്ലെങ്കിൽ മഞ്ഞൾ ജലം തളിക്കുന്നത് ശുഭകരമാണ്. അതായത് വീടും പരിസരവും വീട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ആദ്യം ഉപ്പ് ജലം തളിക്കുന്നത് ഉത്തമമാണ്. അല്ലെങ്കിൽ നിങ്ങൾ തുടയ്ക്കുന്ന വെള്ളത്തിൽ ഒരു നുള്ള് ഉപ്പിട്ടുകൊണ്ട് തുടയ്ക്കുക എന്നത് ഏറ്റവും വിശേഷമാണ്. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം. ഇത് കഴിഞ്ഞതിന് ശേഷം മഞ്ഞൾ ജലം നിങ്ങൾക്ക് വീടുകളിൽ തളിക്കാം, എല്ലാ മൂലകളിലും തളിക്കാം. കൂടാതെ പൂജാമുറിയിലും അല്പം തളിക്കുന്നതും പ്രധാന വാതിലിൽ അല്പം തളിക്കുന്നതും വളരെ വിശേഷം തന്നെയായിരിക്കും. അപ്പോൾ ആ കാര്യത്തിന് കൂടി പ്രാധാന്യം നൽകണം. കൂടാതെ നിങ്ങളുടെ ഫ്രിഡ്ജ് കൂടി വൃത്തിയാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കർക്കിടക മാസം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പരാമർശിച്ച കാര്യങ്ങൾ എല്ലാം നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് തീർച്ചയായും ഐശ്വര്യത്തോടെ ഒരു മാസത്തെ സ്വീകരിക്കുന്നതിന് നിങ്ങൾക്ക് സഹായകരമായി തീരും. അതോടൊപ്പം ഈശ്വരാധീനം നിങ്ങൾ വർദ്ധിപ്പിക്കണം. അതായത് നിത്യവും ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ജപിക്കുന്നതും ദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും രാമായണ പാരായണവും നിങ്ങൾക്ക് ഈ സമയം ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായി തീരും. ഈ മാസം ശ്രദ്ധയോടെ തന്നെ, പ്രത്യേകിച്ചും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് നീങ്ങുക.